ഹലോ, അങ്ങനെ ടൂറിൻ്റെ 4-ാമത്തെ ദിവസം എത്തി. വന്നിട്ട് ഇതുവരെയും ഒരു ഫ്രഷ് മിൽക്ക് ചായ കുടിച്ചിട്ടില്ല. അത് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ടൂർ പാക്കേജിൽ ചായ ഇല്ല പോലും, അതുകൊണ്ട് ഞങ്ങൾക്ക് ചായ തന്നില്ല. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതിന് നേരെ കൊണ്ടിറങ്ങിയത് പർച്ചേസ് ചെയ്യാനാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ചെയ്യാൻ. അവിടെ ചെന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ട ദൈവനാണ് പുളി. നല്ല മധുരമുള്ള പുളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ പാക്കറ്റിലുണ്ട്, പിന്നെ ഒരു സഞ്ചിയിലുണ്ട്. ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു, കരിക്ക്, ഏത്തപ്പഴം, ചെറുപഴം, പിന്നെ നമ്മുടെ റോബസ്റ്റ്, നമ്മുടെ ചിങ്ങമ്പഴം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങളെന്താ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ചിങ്ങമ്പഴം എന്ന് പറയുക പച്ചപ്പഴത്തെ. പിന്നെ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുണമെന്ന് പറയണില്ല, അതിൻ്റെ മാങ്ങയുടേതായ ഒരു സ്മെല്ല് പോലില്ല. പച്ചക്കറിയിൽ വന്നപ്പോഴത്തേക്കും ചൊരക്കയാണോ ഒതളങ്ങയാണോ എന്നറിയില്ല, അത് പേരറിയാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ എനിക്ക് ആകെ ഞാൻ പപ്പങ്ങയൊക്കെ നല്ല ഫ്രഷ് പപ്പങ്ങയായിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടി അപ്പുറത്ത് നല്ലത് ഉണ്ടായിരുന്നു, നമ്മൾ കയറിയെടുത്ത് അത്ര ഫ്രഷ് ഉണ്ടായിരുന്നില്ല. പിന്നെ 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചു, പിന്നെ ഒരു ചിങ്ങമ്പഴം വാങ്ങിച്ചു, പിന്നെ എന്തായിരുന്നു ഞാൻ വാങ്ങിച്ചത്, പിന്നെ ഒരു പുളിയുടേത് എടുത്തിട്ട് കരിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയൊരു ടൈമാണ് 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാണ് നമ്മുടെ ടൂർ പാക്കേജിൽ വന്ന 2 ബസ്സും കുറച്ച് ആൾക്കാരും എല്ലാം. പിന്നെ അതിൻ്റെ മേളിലോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബോക്സിലേക്ക് ഇട്ടി നേരെ മേളിലോട്ട് കയറിയിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചു. അത് പോണ വഴിയാട്ടോ. ഇതൊക്കെ കണ്ടതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും കേട്ടോ. അത്രയും ഒരു എന്താ പറയുക ഗുഹ പോലെയാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അരുവി കണ്ടായിരുന്നു. കുളിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ വെള്ളത്തിന് ഒഴുക്കില്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് മൊത്തം അഴുക്കായിരുന്നു അതിൻ്റെ ചുറ്റുവട്ടത്ത്. ആ അഴുക്കുള്ളതുകൊണ്ട് ഇറങ്ങാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളെല്ലാം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ വന്നപ്പോൾ ഒരു നല്ല പാറ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ അവിടെ വലിയ ഹോളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ല പാമ്പും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ നമ്മുടെ സ്വഭാവം മരം കയറി കുറച്ച് മരത്തിലൊക്കെ വലിഞ്ഞ് കയറി. അതിൻ്റെ കയ്യിലെ നഖം പൊളിഞ്ഞു പോയി ആ മരത്തിൻ്റെ ഇടയിൽ പെട്ടിട്ട്. പിന്നെ മരത്തിൻ്റെ മുകളിൽ പിടച്ച് കയറി കുറച്ച് ഫോട്ടോ വീഡിയോസ്, അതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് പോണത്. നേരെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ബർഗറാണ് വന്നേക്കുന്നത്. സമയം 10 മണി. നമ്മൾ ചെറിയൊരു സ്നാക്സ് കഴിക്കുന്ന ടൈമിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഭയങ്കര ബോറായിട്ടുള്ളൊരു ടൂറായിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ സോളോ ട്രിപ്പും അതുപോലെ ഫാമിലി ട്രിപ്പും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു ടൂറ് ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കയ്യലപ്പുറത്ത് തേങ്ങ പോലെ ആയിരിക്കും നിങ്ങളുടെ ടൂർ വരുന്നത്. കാരണം ഗൈഡ്, ടൂർ ഗൈഡ് ആയാലും കോർഡിനേറ്റർ ആയാലും ബസ്, ടൈമിങ്, ഹോട്ടൽ, നെറ്റ്, നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സെർച്ച് ചെയ്ത് നോക്കി കൺഫേം വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. കാരണം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അവിടെ പൈസ കിട്ടി കഴിഞ്ഞല്ലോ. നമ്മൾ ഇത്രയും വർക്കിൻ്റെ ഇടക്കും ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടക്കാണ് നമ്മളൊരു ഇത്തിരി ടൈം ടൂറിന് വേണ്ടി മാറ്റി വെക്കുന്നത്. നമ്മുടെ പൈസ കൊടുത്ത്, നമ്മുടെ ടൈമും കൊടുത്ത്, നമ്മുടെ ലീവും ഒക്കെ എല്ലാം കൊളായി എന്ന് പറയാം. ഇത് ലാസ്റ്റ് ഡേ ആണ്. ഇതിനോട് തിരിച്ച് ദുബായിലോട്ടാണ്. എത്രയും പെട്ടെന്ന് ദുബായിൽ എത്തിയാൽ മതി എന്ന് വന്നതിന് പിറ്റേ ദിവസം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകണതാണ്. ഒന്നും അവർ പറഞ്ഞതുപോലെയല്ല. അവർ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ടൂറ് സലാല ട്രിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി. താങ്ക് യു. അപ്പോൾ ഈ റിവ്യൂ കേട്ടില്ലേ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോകണതാണ്. റിവ്യൂ ഞാൻ എൻ്റെ ട്രാവൽസിൻ്റെ പേര് പറയാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ട്രാവൽ ആയതുകൊണ്ടും പിന്നെ അവർ വേറൊരു ആൾക്ക് കൊടുത്തെന്ന് അറിഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാൻ ട്രാവൽസിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയാത്തത്. അതിന് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡാൻസിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മിസ് ചെയ്ത്. കാരണം ഡിനി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചെടുക്കുമായിരുന്നു. ഞാൻ അവിടെ ബസ്സിലൊരു സൈഡിൽ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നു. ബാക്കിയുള്ളവരൊക്കെ അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വൈബ്. ആ പോണ ഒരു സമയത്ത് എല്ലാവർക്കും ബോറടിച്ചിട്ട് ഗതി കെട്ടിട്ട് അവർ എണീറ്റ് ആ ഒരു കുറച്ച് വൈബ് ഉണ്ടാക്കിയതാണ് അവർ. അതുപോലത്തെ അവസ്ഥയിലൂടെയായിരുന്നു ടൂറ് കടന്നു പോയിരുന്നത് വെച്ച്. റിയലി റിയലി മിസ് യു ഡിനി. കാരണം വെച്ചാൽ ഡിനി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം പൊളിച്ചടക്കിയായിരുന്നു നമ്മൾ. ആ ഒരു വൈബെല്ലാം അവൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ കുറച്ച് ഫുഡെല്ലാം, കാരണം ഇനിയുള്ള ഫുഡുകളെല്ലാം നമ്മൾ സെൽഫായിട്ട് നോക്കേണ്ടതുകൊണ്ട് ഫുഡെല്ലാം വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഒരു സിനിമയൊക്കെ ഉണ്ട്. അങ്ങനെ ടൂർ അടിച്ച് വിളിച്ചു. ബൈ ബൈ.